ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. ഇപ്പോൾ വരുന്ന ഓരോ ദിവസത്തെ എപ്പിസോഡുകളിലും നല്ല അടിപൊളി സീനും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. നമ്മുടെ ഭാസ്കരൻ്റെ വീട്ടിൽ പോലീസും നമ്മുടെ മെമ്പറും തുടങ്ങി നമ്മുടെ നീതുവിൻ്റെ അച്ഛനും അമ്മയും നാട്ടുകാരും ഒക്കെ കൂടി ഒരു വിപ്ലവം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതാ വരുന്നുണ്ട് അടുത്തൊരു വിപ്ലവത്തിനുള്ളൊരു ചാൻസ്. അതായത് നമ്മുടെ സുധീഷും ഹരീഷും കൂടെ നമ്മുടെ നീതുവിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അവിടെ വന്ന ഒരു പെൺകുട്ടീനെ വിട്ടിട്ട് ഹരിതയോ അങ്ങനെ എന്തോ ഒരു പേരിലൊരു ഫ്രണ്ട് വന്ന് നിൽക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ നീതുവിനെ വെളിയിലിറക്കിയല്ലോ. അപ്പം നീതുവിൻ്റെ അമ്മ അത് വിശ്വസിക്കുകയും ചെയ്തു. ഏതോ കൂട്ടുകാർ വന്ന് നിൽക്കുകയാണ് എന്ന രീതിയിൽ നമ്മുടെ നീതു പതുക്കെ പുറത്തിറങ്ങി ഇങ്ങനെ വന്നു. അപ്പം നമ്മുടെ ഹരീഷും സുധീഷുമാണ് വന്ന് നിൽക്കുന്നതെന്നുള്ളതൊക്കെ നമ്മുടെ നീതു മനസ്സിലാക്കി. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാം, അവളുമായിട്ട് സംസാരിച്ചിട്ട് കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാം അമ്മയെന്ന് പറഞ്ഞിട്ട് പോവേണ്. ആ പോയ പോക്ക് നേരെ ചെന്നിട്ട് ഹരീഷും നീതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഒരു വിഷമത്തോടു കൂടി. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ നീതു? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഹരീഷേട്ടൻ ടെൻഷനൊന്നും അടിക്കണ്ട, എന്തിനാ റിസ്ക് എടുത്ത് ഇത്രയും വന്നേ എന്നൊക്കെ പറയാം. അപ്പം നമ്മുടെ സുധീഷ് പറയും, അതെ ഇതിൻ്റെയൊക്കെ മെയിൻ പ്രൊപ്പറേറ്റർ ഈ ഞാനാണ് എന്ന് പറയും. എന്നാ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് വലിയ ആളെ കാണിക്കാൻ നിൽക്കും. അപ്പോഴേക്കും നമ്മുടെ നീതു പറയും, അതെ കുറച്ച് നിമിഷം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ടൊന്ന് തരാവോ, കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കാവോ എന്ന് ചോദിക്കും. നമ്മൾ ഇനി സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് സുധീഷ് അങ്ങോട്ട് മാറി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ആ സമയം നമ്മുടെ ഹരീഷും നീതും പരസ്പരം നിന്നെ അവർ തല്ലിയോ എന്നൊക്കെ ഹരീഷ് ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, കുറച്ചൊക്കെ തല്ലി കിട്ടി ഹരീഷ്, എന്നാലും കുഴപ്പമില്ല, ഹരീഷ് ടെൻഷനൊന്നും അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. കാരണം ഇപ്പം അവർ തമ്മിൽ അവർക്ക് പരസ്പരം അങ്ങനെ വേർപിരിഞ്ഞിരിക്കാൻ പറ്റാത്തത്രയും അവർ മനസ്സുകൊണ്ട് അടുത്ത് കഴിഞ്ഞായിരുന്നു നീതുവും ഹരീഷും തമ്മിൽ. അപ്പോൾ നീ ധൈര്യമായിട്ട് ഇരിക്കണം, കാരണം വിളിക്കാൻ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിലും സാരമില്ല, നീ ടെൻഷനൊന്നും അടിക്കണ്ട, ധൈര്യമായിട്ട് ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഹരീഷ് നീതുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നീതുവിനപ്പോൾ വല്ലാത്തൊരു വിഷമം അങ്ങായിപ്പോയി. കാരണം ഹരീഷ് തന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നോർത്തിട്ട് നീതുവിന് വല്ലാത്തൊരു ഒരു ഇതൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഹരീഷിനെ അങ്ങ് വട്ടം കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ വട്ടം കെട്ടിപ്പിടിക്കുമ്പോൾ ഹരീഷിനും പിടിച്ചു നിർത്താനായില്ല. ഹരീഷും സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ നീതുവിനെ ചേർത്ത് അങ്ങ് പിടിക്കാൻ കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും റോഡെന്നോ ഒരു പരിസരബോധമോ ഒന്നും നോക്കാണ്ട് പ്രണയ ജോഡികളെ പോലെ പ്രണയ നമുക്കെന്താ പറയാൻ പറ്റുക, ഇണക്കുരുവികളെ പോലെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ, ഇണക്കുരുവികളെ പോലെ അവരിങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതാ വരുന്നുണ്ട് നമ്മുടെ വീരൻ, നമ്മുടെ അഖില് വരെയാണ് വീട്ടിലോട്ട്. അഖില് വന്ന് നേരെ കാണുന്ന സീൻ എന്താണ്, ആ റോഡിൻ്റെ സൈഡിലായിട്ട് മാറി നിന്ന് നീതുവും ഹരീഷും കെട്ടിപ്പിടിച്ച് അങ്ങ് നിൽക്കുകയാണ്. റോഡാണെന്നോ പകലാണെന്നോ പരിസരബോധമോ ഒന്നും ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് അഖിലിന് അങ്ങോട്ട് വിറച്ചില്ലേ. അഖിൽ അപ്പോഴേക്കും വണ്ടി നിർത്തിയിട്ട് നേരെ വന്ന്, ഏടി നീ എന്താടി കാണിക്കണേ മറ്റവളേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഖില് നമ്മുടെ നീതുവിനെ അങ്ങോട്ട് കയ്യിൽ കയറി പിടിച്ചങ്ങോട്ട് വലിച്ചിങ്ങെടുക്കുകയാണ്. അടിക്കാൻ വേണ്ടി കൈ അങ്ങോട്ട് പോക്കി. അപ്പോഴേക്കും നമ്മുടെ ഹരീഷ് പറഞ്ഞത്, എൻ്റെ മുമ്പിലിട്ട് അവളെ ദേഹത്ത് തൊട്ടാൽ നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. നീ ആരാടാ ചോദിക്കാൻ? എൻ്റെ പെങ്ങളെ ഞാൻ ഇടിക്കേ തല്ലേ കൊല്ലേ ചെയ്യും, നീ ആരാടാ ചോദിക്കാനെന്ന് പറയും. എന്നാൽ അതൊന്ന് കാണണമല്ലോടെന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് പാഞ്ഞിങ്ങ് വരെയാണ്. അവിടെ മിക്കവാറും ഇന്ന് രണ്ടിലൊന്ന് നടക്കുമെന്നുള്ളത് സുധീഷിന് ഉറപ്പായി. അങ്ങനെ സുധീഷ് വേഗം ഓടി വന്നു, എടാ ഇവിടെ കിടന്ന് നീ വലിയ ഷോ എന്നിറക്കാൻ നിൽക്കണ്ട, പോടാ വീട്ടിൽ കയറി പോടാ എന്ന് പറഞ്ഞിട്ട് സുധീഷ് അഖിലിനെ ഇങ്ങനെ തട്ടിമാറ്റി ആക്കാൻ നിന്നു. അഖിലിനെ അങ്ങോട്ട് ദേഷ്യം വന്നു. അഖില് നേരെ നീതുവിനെയും പിടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് അമ്മയെന്നും വിളിച്ചുകൊണ്ടാണ് കയറി പോണത്. അപ്പോഴേക്കും നമ്മുടെ ഹരീഷും നമ്മുടെ സുധീഷും കൂടെ മനസ്സിൽ പറയും, ഇന്ന് നീതുവിൻ്റെ കാര്യം തീർന്നു. അപ്പോൾ സുധീഷ് പറയും, നീ ടെൻഷനൊന്നും അടിക്കണ്ട, അവളതൊക്കെ മാനേജ് ചെയ്തോളുമായിരിക്കും എന്ന രീതിയിൽ ഹരീഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാലും വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നും അല്ലേ സുധീഷ് ചേട്ടാ, അവളെ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് തല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. അങ്ങനെ നീതുവിനെ കൊണ്ട് അകത്ത് ചെന്നിട്ട് നീതുവിൻ്റെ അമ്മയെ വിളിച്ച് വരുത്തേനെ കേട്ടോ, സീതേനെ. അമ്മ ഇവിടെ എന്തെടുത്തോണ്ടിരിക്കുക, മകളെ അഴിച്ചങ്ങ് വിട്ടൊക്കെയാണ്. എന്താടാ നീ എപ്പോൾ വന്നു, എന്തിനാ നീ എവളെ വലിച്ചു പിടിച്ചുകൊണ്ട് വരണേന്നൊക്കെ സീത ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രനും അവിടെ ഉണ്ടായിരുന്നു.
അതെ, ആ കണ്ടവൻ്റെ കൂടെ അവിടെ കെട്ടിപ്പിടിച്ച് റോഡിൽ നിപ്പുണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മകള് എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ അങ്ങോട്ട് കിടന്ന് ചാടയാണ് കേട്ടോ. അപ്പോഴേക്കും നീതുവിൻ്റെ അമ്മ പറയും, നീ ആരെ കാണാനടി പോയത്? നിൻ്റെ ഏതോ കൂട്ടുകാരിയല്ല കൂട്ടുകാരനാ വന്നത്, അവനെയും കെട്ടിപ്പിടിച്ചിട്ട് അവൾ അവിടെ നിൽക്കണു, എന്നിട്ട് അവൻ എന്നെ തല്ലാൻ വരണു എന്നൊക്കെ പറഞ്ഞിട്ട് അഖിൽ അവിടെ കിടന്ന് ചാടാൻ കേട്ടോ. നീ എന്തിനാടി അവിടെ പോയെന്നും പറഞ്ഞുകൊണ്ട് അഖിൽ അവളെ തല്ലാനൊക്കെ ചെല്ലാണ് നീതുവിനെ. അപ്പോൾ ഞാൻ ഇനിയും പോവും, ഇനിയും കാണും, നീ ആരാടാ ചോദിക്കാനെന്ന് നീതു തിരിച്ച് അഖിലിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രൻ വരെയാണ്. എപ്പം നോക്കിയാലും ഈ വീട്ടിൽ ഇങ്ങനത്തെ ഒച്ചയും ബഹളവും ആണല്ലോ, എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു രക്ഷയില്ല. അപ്പോഴേക്കും ചന്ദ്രൻ്റെ അടുത്ത് അഖിൽ കാര്യങ്ങളൊക്കെ പറയണേ. അവൻ കാണാൻ വന്നിട്ട് അവൾ റോഡിൽ പോയി കെട്ടിപ്പിടിച്ച് നിൽക്കണം അവനുമായിട്ട്. അപ്പോഴേക്കും നമ്മുടെ നീതു പറഞ്ഞു, അനാവശ്യം ഒന്നും പറയാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞ് അഖിലിൻ്റെ അടുത്ത് വെച്ചെടുക്കട്ടോ. അനാവശ്യമുടി, ഞാൻ കണ്ടാണല്ലോടി എന്നൊക്കെ പറഞ്ഞിട്ട് അഖിൽ വീണ്ടും നീതുവിനെ തല്ലും. നീതും വിട്ടുകൊടുക്കില്ല, നീതു തിരിച്ചങ്ങോട്ട് തല്ലുകയാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കണില്ല. ഒടുവിൽ സീതയും ചന്ദ്രനും കൂടെ രണ്ടെണ്ണത്തിനെയും മാറ്റി അപ്പുറം ഇപ്പുറം ആക്കി നിർത്തുകയാണ്. എന്നിട്ട് അഖിൽ പറയും, ഇങ്ങനെ പോവേണമെങ്കിൽ നല്ല വാർത്തകൾ തന്നെ കേൾക്കാൻ പറ്റും. അമ്മേ, എവളെ മര്യാദയ്ക്ക് മുറിക്കാത്തിട്ട് പൂട്ടിയിട്ടോ, പുറം ലോകം ഇനി അവൾ കാണരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഖിൽ ഇത് പറഞ്ഞു കഴിഞ്ഞതും നമ്മുടെ നീതു പറഞ്ഞു, അതെ, എന്നെ പൂട്ടിയിടുകയോ നിങ്ങൾ മൊബൈൽ തരാണ്ടോ എന്ത് ചെയ്താലും ശരി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ ജീവിതത്തിൽ എനിക്ക് ഹരീഷിനെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ, ഞാൻ ഹരീഷിൻ്റെ കൂടെ ജീവിക്കുള്ളൂ എന്ന് പറയാം. നീ വിവാഹം കഴിക്കേണ്ട, ജീവിക്കാൻ വേണ്ട, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ഒരുമ്പെട്ടവളെന്നും പറഞ്ഞുകൊണ്ട് നീതുവിൻ്റെ അമ്മ കുറേ ശകാരിക്കാൻ കേട്ടോ, കുറേ തല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രൻ പറഞ്ഞു, നീ അവളെ ഇങ്ങനെ തല്ലി ചതച്ച് കൊല്ലാറാക്കിയിട്ട് കാര്യമുണ്ടോ? കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി എന്ത് മനസ്സിലാക്കാനാ മനുഷ്യ നിങ്ങൾ ഈ പറയണത്? മോളെ ഇക്കണക്കിന് പോവണമെങ്കിൽ ഇനി എന്താ ഉണ്ടാക്കി വെക്കണേന്ന് കണ്ടുവെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് സീത ചന്ദ്രൻ്റെ മെക്കിട്ട് കയറിയാണ്. അപ്പോഴേക്കും നീതു പറഞ്ഞു, നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തിരുന്നാലും ശരി, ഹരീഷ് അല്ലാണ്ട് മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്തോളാൻ നീതു പറയണ്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, എടി നിനക്കിവിടെ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോടി എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നീതു പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് എന്തെങ്കിലും കുറവ് വരുത്തി തന്നിട്ടുണ്ടെന്ന്, ഞാനും നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, ഞാൻ ഒരേ ഒരു ആവശ്യമല്ലേ പറഞ്ഞോളൂ, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, ഹരീഷിൻ്റെ കൂടെയുള്ള ഒരു ജീവിതമേ എനിക്ക് പറ്റുള്ളൂ എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ, അപ്പോൾ നിങ്ങൾക്കതൊന്നും പറ്റില്ല. എടി എന്ത് യോഗ്യതയാടി അവനുള്ളതെന്ന് അഖിൽ ചോദിക്കണേ. എന്തായാലും നിന്നെക്കാട്ടിലും നല്ല യോഗ്യതയുണ്ട്, നമുക്ക് എന്ത് യോഗ്യത ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ പറയണ? ഒരു വാടക വീട്ടിൽ കിടക്കണു, അച്ഛൻ്റെ ഒരു വരുമാനം ഓട്ടോ ഓടിച്ച് കിട്ടുന്ന അല്ലാണ്ട് ഈ വീട്ടിൽ എന്ത് വരുമാനം ഉള്ളത്? ഒരു ചേട്ടനുള്ളതാണെങ്കിൽ തിന്നും മുടിച്ച് നടക്കണു അച്ഛൻ്റെ പൈസയ്ക്ക്, അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടാണ് നടക്കണത് എന്ന് അഖിലിനോട് ചോദിക്കട്ടോ നീതു. എടി നീ എന്നെ ഭരിക്കാറായിട്ടില്ല എന്ന് പറഞ്ഞ് അഖിൽ തിരിച്ച് നീതുവിനെ വരട്ടേണ്. എന്നിട്ട് നീതു പറയാം, ഹരീഷിൻ്റെ കുടുംബത്തിന് എന്ത് യോഗ്യത കുറവാണ് നിങ്ങൾ പറയണത്? ഹരീഷ് അന്തസ്സായിട്ടൊരു വർക്ക്ഷോപ്പിൽ പോകുന്നുണ്ട്, കുടുംബം നോക്കുന്നുണ്ട്, പിന്നെ എന്താ? അല്ലാണ്ട് തേരാപാര വായി നോക്കി തിന്നും മുടിച്ച് നടക്കുകയല്ല എന്ന് പറഞ്ഞ് നീതു അഖിലിനിട്ടൊന്ന് കുത്തും കണക്കുള്ള രീതിയിൽ തന്നെ നീതു സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒടുവിൽ നമ്മുടെ നീതുവിൻ്റെ അമ്മയ്ക്ക് സഹിയിട്ട് പാടില്ലാണ്ട് നീതുവിനെ വീണ്ടും തല്ലുകയാണ് കേട്ടോ. അപ്പോഴേക്ക് നീതു പറഞ്ഞത്, ഇന്ന് കൊണ്ട് എന്നെ ഇപ്പം തല്ലിയതോടുകൂടി നിർത്തിക്കണം, ഇനി എൻ്റെ ദേഹത്തെങ്ങാനും ആരെങ്കിലും തട്ടിയാൽ നീ എന്ത് ചെയ്യൂടി എന്ന് അഖിൽ ചോദിച്ചു. തട്ടി നോക്ക്, അന്നേരം ഞാൻ കാണിച്ചു തരാം. 3 പേര് മാറി മാറി കൊള്ളാവുന്ന തല്ല്, ദേഹത്ത് തൊടാൻ എനിക്ക് പറ്റുന്നില്ല, അമ്മാതിരി ഉള്ള തല്ല് മൊത്തം ഞാൻ കൊള്ളാം, ഇനി എന്നെ തല്ലാൻ നിന്നാണ്ടല്ലോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം നീതുവിൻ്റെ അമ്മ പറഞ്ഞു, നീ എന്ത് കാണിക്കുന്നടി എന്നാൽ കാണിക്കടി എന്ന് പറയും. എന്ന് വെച്ചാൽ വാശിക്ക് കാണിച്ചു കൊടുക്കുക, വാശിക്ക് നീതുവിനായിട്ട് വാശി കേൾപ്പിക്കുകയാണ്. അപ്പോഴേക്കും നീതു നേരെ റൂമിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. റൂമിൽ ചെന്നൊരു ബാഗ് എടുത്തിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാഗിനകത്തോട്ട് കയറ്റിയിട്ട് നേരെ വെളിയിലോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാനേ ഇനി ഈ വീട്ടിൽ നിൽക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു. നീ എവിടം വരെ പോവൂടി? എടി ഒരു വണ്ടിക്കാശ് നിൻ്റെ അച്ഛൻ്റെ നിന്ന് വാങ്ങിച്ച് അല്ലാണ്ട് നിന്നെ കൊണ്ട് ഈ പടി ഇറങ്ങാൻ പറ്റൂടി? അപ്പോൾ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം ഞാൻ പോണേന്നും പറഞ്ഞുകൊണ്ട് നീതു ആ ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴേക്കും നീതുവിൻ്റെ അമ്മയ്ക്കും അച്ഛനും മനസ്സിലായി അവൾ സീരിയസ് ആയിട്ട് ഇറങ്ങി പോകാനാണ് നിൽക്കുന്നതെന്ന്. അപ്പോഴേക്കും കൈക്ക് കയറി പിടിച്ചു. അപ്പോൾ അഖിൽ പറഞ്ഞു, വിടമ്മേ, അവളെ പിടിക്കാൻ നിൽക്കട്ടെ, അവൾ പോട്ടെ, അവൾ എവിടം വരെ പോകുമെന്നുള്ളത് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവർ നിന്നു കേട്ടോ. നീതു വിട്ടുകൊടുക്കോ? നീതുവിനും വാശിയില്ലേ? ഇതേ അച്ഛൻ്റെ അമ്മയുടെ മകളെ തന്നെയാണ് നീതു നേരെ ബാഗ് എടുത്തുകൊണ്ട് നേരെ തിരിച്ചു. എങ്ങോട്ടാണ്? നമ്മുടെ ഹരീഷിൻ്റെ വീട്ടിലോട്ട്, നമ്മുടെ കിളിക്കൂട്ടിലോട്ട് വരെയാണ്.
ഇതേ സമയം നമ്മുടെ കിളിക്കൂട്ടിൽ നമ്മുടെ സുധീഷും നമ്മുടെ ഹരീഷും നീതുവിനെ കാണാൻ പോയ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. അപ്പോൾ സുഭാഷും നമ്മുടെ നിധിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സുഭാഷ് പറഞ്ഞു, ഓ ഇത് വേണ്ടിയില്ലാത്ത പ്രശ്നമായല്ലോടാ, ഇനിയിപ്പോൾ ആ കുട്ടീനെ അവരെല്ലാവരും ചേർന്ന് വീണ്ടും തല്ലില്ലേ. അപ്പോഴേക്കും ഹരീഷിൻ്റെ മുഖമൊക്കെ വല്ലാണ്ടായിപ്പോയി. കാരണം വെച്ചാൽ വെറുതെ നമ്മൾ കാരണം നീതുവിന് വീണ്ടും തല്ല് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് പറഞ്ഞു, അതൊക്കെ അവൾ മെയിൻറ്റെയിൻ ചെയ്യും, അതിനുള്ള കാര്യപ്രാപ്തിയൊക്കെ ഉള്ള പെൺകുട്ടിയാണ് നീതു എന്ന് പറയും. അപ്പോഴേക്കും നിധി പറയും, എന്നാലും ഒരു കേസ് ഇപ്പോൾ ഒതുക്കി തീർത്തേ ഉള്ളൂ, നിങ്ങളിപ്പോൾ പോകേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ഭാസ്കരൻ അവിടെ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട്. അതാ വരുന്നുണ്ട് ഒരാൾ ബാഗൊക്കെ തോളത്ത് തൂക്കിക്കൊണ്ട്. ഭാസ്കരൻ നോക്കുമ്പോൾ ആരാ, നമ്മുടെ നീതുവാണ്. അപ്പോൾ നീതു അകത്തോട്ട് വന്നു കഴിഞ്ഞിട്ട് ഭാസ്കരൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല ഹരീഷേട്ടൻ ഇവിടെ ഇല്ല അച്ഛാന്ന് ചോദിക്കും. ആ ഉണ്ടുണ്ട്, അകത്തുണ്ടെന്ന് പറയും. അങ്ങനെ നീതു ബാഗൊക്കെ തൂക്കിക്കൊണ്ട് നേരെ അകത്തോട്ട് ചെല്ലുകയാണ്. അകത്തോട്ട് ചെല്ലണതും ഹരീഷും സുഭാഷും സുധീഷും നമ്മുടെ നിധിയൊക്കെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. അല്ല നീതു, നീ എന്താ ഇവിടെ ബാഗൊക്കെ ആയിട്ട്? ഹരീഷേ, എനിക്ക് ഇനി വീട്ടിലോട്ട് പോകാൻ പറ്റില്ല, എനിക്കിനി പറ്റില്ല, എന്നോട് പോകാൻ പറയല്ലേ, ഞാൻ ഇനി ഈ വീട്ടിൽ നിന്നോളാം, ഞാൻ ഇനി അങ്ങോട്ട് പോകില്ല ഹരീഷ് എന്നും പറഞ്ഞുകൊണ്ട് കരയായിരുന്നു നീതു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, മോളെ നീ ഇവിടെ ഇരിക്കുക, എന്ത് പറ്റി? അതെ, തല്ലുകൊണ്ട് മടുത്ത് സുഭാഷ് ചേട്ടാ, ഇനി എന്നെ തല്ലാൻ വിടല്ലേ, ഞാൻ മരിച്ചു പോകും, അമ്മ ആതിരി തല്ല് ഞാൻ കൊള്ളാം, ഇനി എന്നെ അങ്ങോട്ട് പറഞ്ഞ് നിങ്ങൾ വിടല്ലെന്ന് പറഞ്ഞുകൊണ്ട് നീതു പൊട്ടിക്കരയാണ് കേട്ടോ. ഹരീഷിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഹരീഷിന് വല്ലാത്തൊരു പ്രയാസമായിപ്പോയി. അങ്ങനെ നിധിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണേ, ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? അപ്പോഴേക്കും നമ്മുടെ സുധീഷ് പറഞ്ഞു, അതെ ഇനിയിപ്പോൾ വേറൊന്നും നമുക്ക് ചെയ്യാനില്ല, എത്രയും പെട്ടെന്ന് ഹരീഷിൻ്റെയും നീതുവിൻ്റെയും വിവാഹം അങ്ങ് നടത്താമെന്ന് പറയും. അപ്പോഴേക്കും നിധി പറയും, വിവാഹമോ? ഇതെന്താ സുധീഷ്, ഇതെന്നെ പെട്ടെന്ന് നമ്മളങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണോ ഈ വിവാഹം? അപ്പോൾ സുധീഷ് പറയും, അതെ അവർ രണ്ടുപേരും എന്തായാലും പരസ്പരം സ്നേഹിക്കുന്നവരാണല്ലോ. അപ്പോൾ നീതു പറയും, എനിക്ക് വിവാഹത്തിനൊക്കെ സമ്മതമാണ്, ഇനി എന്നെ വീട്ടിലോട്ട് എന്തായാലും വിടല്ലേ ഹരീഷ് എന്ന് പറയും. അപ്പോഴേക്കും സുഭാഷ് പറയും, മോളെ അതല്ല, അങ്ങനെ പിടിയെന്നൊക്കെ പെട്ടെന്ന് ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ വീട്ടുകാരാണെങ്കിലും മിണ്ടാതിരിക്കില്ല. അപ്പോൾ നമുക്ക് അതിനുള്ള സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ആയിപ്പോയി. അപ്പോഴേക്കും സുധീഷ് പെട്ടെന്ന് എന്നെ ഹരീഷിനെ വിളിച്ചുകൊണ്ട് വെളിയിൽ പോവേണ്. എടാ, കിട്ടിയ അവസരമാണ് ഇത്, നീ പാഴാക്കരുത്, എത്രയും വേഗം അവളെ വിവാഹം കഴിക്കുക, അതിനുള്ള നടപടി കാര്യങ്ങൾ നോക്കടാ എന്ന് പറഞ്ഞ് സുധീഷ് പറയണം. അപ്പോഴാണ് ഹരീഷ് പറയണത്, സുധീഷ് ഏട്ടൻ എന്തറിഞ്ഞിട്ടാ, സുഭാഷ് ഏട്ടൻ അവിടെ നിൽക്കുക, ആ സമയത്ത് ഞാനും കൂടെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടൻ അത് ആകെ ഒരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറയും. അപ്പോഴാണ് സുധീഷ് ആ കാര്യം ഓർത്തത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ഭാസ്കരൻ പറയും, അതെ സുഭാഷിൻ്റെ കല്യാണം നോക്കി നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കണമെങ്കിൽ മൂക്കിനകത്ത് പല്ലൂരു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹരീഷിന് അങ്ങോട്ട് ദേഷ്യം വന്നു. ഒരു തന്തയാന്നും പറഞ്ഞ് ഇരിക്കണോ ഇങ്ങേരെ ഉണ്ടല്ലോ, ഇങ്ങേർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? നിങ്ങളുടെ മകനായിട്ട് ജനിച്ചതുകൊണ്ടാണ് സുഭാഷ് ഏട്ടന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരീഷ് അങ്ങോട്ട് കൊല്ലാനായിട്ട് ചെല്ലുകയാണ് ഭാസ്കറിനെ. സുധീഷ് അപ്പോഴേക്കും പിടിച്ച് മാറ്റിയേന്. എടാ, നീ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യുക, അതിനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നാളെ കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ രംഗങ്ങളാണ് അല്ലെങ്കിൽ ഇനി എന്തൊക്കെ സീനാണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരിക്കല്ലേ. എന്നെപ്പോലെ തന്നെ ആകാംക്ഷ നിങ്ങൾക്കും ഉണ്ടാകുമെന്നറിയാം. അങ്ങനെ നമ്മുടെ ഹരീഷിൻ്റെയും നീതുവിൻ്റെയും വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരിക്കുക അല്ലേ. മിക്കവാറും നടക്കാനാണ് സാധ്യത കേട്ടോ. പക്ഷേ കുറച്ച് സങ്കടമുണ്ട്, നമ്മുടെ സുഭാഷിൻ്റെ കല്യാണം നടന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ വിഷമിക്കേണ്ട, നമ്മുടെ സുഭാഷിനുള്ളൊരു ഗോള് ദൈ ഉടനെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ എപ്പിസോഡും നല്ല അടിപൊളിയായിട്ടാണ് ഇനി വരുന്നത്. അപ്പം പിറ്റേ ദിവസം, അതായത് നാളെ വരാനുള്ള എപ്പിസോഡ് ഞാൻ ഇന്ന് വൈകിട്ട് 8 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യും. എല്ലാവരും കേൾക്കുമ്പോൾ സ്കിപ്പ് അടിക്കാനായിട്ട് ആരും നോക്കരുത് കേട്ടോ, അല്ലാണ്ട് ഫുള്ളായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. പിന്നെ നമ്മുടെ സ്റ്റാർ ബട്ടൺ അത് മറന്നുകൊണ്ട്, അതാണ് ഹൈപ്പ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.